നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കണേലും നല്ലതേ നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു ഗരം മസാലപ്പൊടിയുടെ ടേസ്റ്റ് ഫ്ലേവറും ഒക്കെ തന്നെയാണ് അല്ലേ നല്ലത്. അപ്പോൾ ഞാൻ കാണിക്കാൻ പോണത് ഗരം മസാലപ്പൊടി ആട്ടാ. ഞാൻ ഉണ്ടാക്കുന്ന ഒരു മെത്തേഡാണ്, അത് ആദ്യം തന്നെ പറഞ്ഞേക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടേ അതിന് തന്നെ നമുക്കൊരു 1.5 കപ്പോളം പെരിഞ്ജീരകം, 1/4 കപ്പ് കരയാമ്പൂ, 1 കപ്പ് കുരുമുളക്, 1/4 കപ്പ് ഏലക്ക, പിന്നെ ഒരു 1/4 കപ്പോളം പട്ടയും, പിന്നെ ഒരു 3-4 തക്കോലുണ്ടല്ലോ നന്നായിട്ട് പൊടിച്ചിട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ അകത്തേക്ക് 1 ടേബിൾ സ്പൂണോളം ജാതിപത്രിയോട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബേ ലീഫ് ഉണ്ടെങ്കിൽ അത് ചേർത്താലും നല്ലതാട്ടോ. അതിൻ്റെ അടുത്ത് ഉണ്ടാക്കിയ സമയത്ത് ഉണ്ടായില്ല. ഇനി എല്ലാം കൂടെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലോണം ചൂടാക്കി കൊടുക്കാം. ഇതിങ്ങനെ ചൂടാവും തോറേ നല്ലൊരു മണം ഇങ്ങനെ വരും. ആ ഒരു സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിങ്ങനെ ഈ ചൂടാക്കണം എന്നില്ല, ഇതെല്ലാം കൂടെ ഒരു പാത്രത്തിലിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇളം വെയിൽ കൊള്ളിച്ചെടുത്താലും മതി. അങ്ങനെ ചെയ്താലും നല്ലതാണ്. ഇനി ഇതിൻ്റെ ആ ഒരു ചൂടൊക്കെ പോയതിന് ശേഷം കുറേശ്ശെ മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. എന്നിട്ട് പിന്നെ എല്ലാം കൂടെ നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് പൊടിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മളുടെ ഒരു പൊടിക്കൊരു ചൂടുണ്ടാവും. ആ ഒരു ചൂട് അങ്ങോട്ട് പോയിട്ട് നമുക്ക് കുപ്പിയിലിട്ട് സൂക്ഷിച്ച് വയ്ക്കാം കേട്ടാ. പിന്നെ നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ മേടിക്കണേലേ കുറച്ചും കൂടെ ആ ഒരു സ്മെല്ലും ഫ്ലേവറും ഒക്കെ കൂടുതലായിരിക്കും നമ്മൾ വീട്ടിലുണ്ടാക്കണേന്.